നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നേ, അമ്പലത്തിൽ പോകുമ്പം ധൃതി പിടിച്ച് തൊഴുന്ന വീഡിയോ. പക്ഷെ നല്ല വ്യൂസ് കിട്ടിയേ, 1K 3K വ്യൂസ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇന്ന് ആ ക്ഷേത്രത്തിൽ പോയപ്പം മറ്റേ പുള്ളിക്കാരൻ വീഡിയോ കണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഭയങ്കര ബഹുമാനത്തോടു കൂടി സൈലൻ്റായി തൊഴുത് പുണ്യമുള്ളവും കുടിച്ച് അവിടെ ഇരുന്ന് കേട്ടോ, ഒരു 2 മിനിറ്റ് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആളൊറ്റ പോക്ക്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനത്തെ രീതിയിൽ തൊഴാൻ ശ്രമിക്കുക, ധൃതി ഒരിക്കലും പാടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അല്ലെങ്കിൽ ദൈവം എന്നുള്ള പവർ നമുക്ക് കിട്ടുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ആർക്കോ വേണ്ടി എന്തോ വേണ്ടി ചെയ്യും പോലെ വെപ്രാളം കാണിച്ചിട്ട് ഞാൻ കോവിലിൽ പോയില്ല, ദൈവത്തിനൊന്നും കാണുന്നുണ്ട്, പക്ഷേ എന്നെ ദൈവം അനുഗ്രഹിക്കുന്നില്ല ഇന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കൂട്ടുകാരെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതി, അതായത് നെഞ്ചിൽ ഇങ്ങനെ കൈ കൂപ്പി പ്രാർത്ഥിക്കുക. ഭഗവാൻ ഉറപ്പായിട്ടും നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കും. ഭഗവാനെ, എനിക്ക് ധനവും സന്തോഷവും ആരോഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും നൽകണമേ. ഈ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ എൻ്റെ ഇത്ര വ്യൂസ് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കൂട്ടുകാരെ. എനിക്ക് ചാനൽ സബ്സ്ക്രൈബർ 1500 അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. ഒരു വിരൽ സ്പർശം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കാറുകളെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സർവീസ്, ആക്സിഡൻറ്റ് റിപ്പയർ, അങ്ങനത്തെ കുറേ യൂസ്ഫുൾ വീഡിയോസും ഉണ്ട്. ടൈം കിട്ടുമ്പം ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.